Hi friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് എരിവോടെ കഴിക്കാൻ പറ്റിയ നമുക്ക് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിംഗ് സ്നാക്കായിട്ടോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആണ്. ചീസും ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതിന്റെ മുകളിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. വളരെ ഈസിയാണ്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ഒരു 3 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന്റെ സൈഡ് ഒന്നും കട്ട് ചെയ്തൊന്നും കളയുന്നില്ല, അല്ലാതെ തന്നെ എടുത്താൽ മതി. ഇതേപോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് നമ്മൾ മുട്ടയും പാലും ഒക്കെ ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ മുട്ടയാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പാല് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അതുപോലെ എടുക്കുന്ന ബ്രെഡിന്റെ വലുപ്പം അനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടുള്ള പാൽ ഒഴിച്ചാൽ മതി. തണുപ്പോട് കൂടിയുള്ള പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രെഡൊക്കെ ഒന്ന് സോക്കായിട്ട് കുതിർന്ന് വരും. ഇപ്പോൾ ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ബ്രെഡിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒറിഗാനോ ആണ് ചേർക്കുന്നത്. നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന ആ ഒരു ഡ്രൈഡ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഒരു 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അവരവരുടെ എരിവ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. കുറച്ച് നല്ല എരിവോട് കൂടിയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ പീസ് ബ്രെഡ് ഉണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് തക്കാളി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ഒക്കെ ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആ ബ്രെഡിൻ്റെ കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ലോയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഇത് അടിഭാഗമൊക്കെ ഇങ്ങ് കരിഞ്ഞു പോവും. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കണം. ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തന്നെ ഇത് അടിഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തിയിട്ടിട്ട് ഈ പാനിലേക്ക് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ചട്ടകം വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ആ പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1-2 സ്പൂണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ടാവും. എരിവും പുളിയും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്.
ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചീസ് ചേർക്കുന്നത് അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഒലിവ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു നല്ലൊരു എരിവ് കിട്ടാനായിട്ട്. ഇവിടെ എൻ്റെ മക്കൾ പച്ചക്കറി ഒന്നും കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ മാത്രം ചെയ്യുന്നത്. ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ചും കൂടെ ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചെദാർ ചീസിൻ്റെ സ്ലൈസ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റും ഉണ്ടാവും, കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇപ്പോഴും ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീസൊക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിന് സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ പിസ്സയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഒരു നല്ല എരിവുമുണ്ട്. അടിഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്